പാർത്ത ഭാസ്കര കാർണവർ കേസിലെ പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകിയ മന്ത്രിസഭാ യോഗ തീരുമാനം വലിയ രീതിയിൽ ചർച്ചയായതാണ്, വിവാദമായതാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ പ്രതിയായിട്ടുള്ള ഷെറിന് ഉന്നത മന്ത്രിമാരൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നും ജയിലിലടക്കം ചില പോലീസ് ഉദ്യോഗസ്ഥർ രാത്രി സമയങ്ങളിൽ ഇവരെ വന്ന് ഉണ്ടായിരുന്നു എന്നടക്കമുള്ള വളരെ നിർണായകപ്പെട്ടുള്ളൊരു വിവരങ്ങളാണ് ഇപ്പം പുറത്തു വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ സഹായം എന്ന രീതിയിലാണ് ഇപ്പോൾ ഷെറിന് അതായത് ഈ ശിക്ഷാ ഇളവ് നൽകിയത് എന്നും കേൾക്കുന്നു. എത്രമാത്രം വസ്തുതാപരമാണിത്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലുള്ള വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ പറ്റുന്നത്? അതായത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണിത്. ഭാസ്കര കാർണവർ വധക്കേസ് എന്ന് പറയുന്നത് കേരളത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന, എല്ലാവരും ഞെട്ടിയ ഒരു സംഭവം തന്നെയായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു സംഭവം നടന്ന സമയത്ത് ചാനലുകളിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു കേസ്. ഇപ്പോൾ നമ്മൾ ഗ്രീഷ്മ കേസ് ചർച്ച ചെയ്യുന്നില്ലേ, അതേ പ്രാധാന്യത്തോടു കൂടി മാധ്യമങ്ങൾ കൊടുത്ത ഒരു കേസായിരുന്നു ഭാസ്കര കാർണവർ കേസ് എന്ന് പറഞ്ഞത്. ഷെറിൻ എന്ന് പറയുന്ന ഈ കുറ്റവാളി കാണാൻ നല്ല സൗന്ദര്യമുള്ള, ഒരുപാട് ആളുകളുമായിട്ട് ബന്ധമുള്ള ഒരാളായിരുന്നു ഷെറിൻ എന്ന് പറയുന്നത്. ഈ ഷെറിനാണ് ഈ ഭാസ്കര കാർണവരെ കൊല്ലാൻ വേണ്ടി, അതായത് മകൻ്റെ ഭാര്യയാണ് എന്നാണ് ഷെറിനെ കൊണ്ട് പറയപ്പെടുന്നത്. ഈ അമ്മായിയപ്പനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഷെറിൻ എന്ത് ചെയ്യുന്നത്, വാടക കൊലയാളികളെ ഏർപ്പെടുത്തിയിട്ട് ഈ പറയുന്ന ബന്ധത്തിൽ പരിചയപ്പെട്ട പ്രതികൾ, അതെ, ഈ പറയുന്ന ഇയാളെ വെട്ടി നുറുക്കിയത്. പല ഉദ്ദേശങ്ങൾ ഷെറിൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഷെറിനുമായി ബന്ധപ്പെട്ട് ഷെറിൻ ഒരു സീരിയൽ നടനുമായിട്ട് ഷെറിന് കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. നിരന്തരമായി സീരിയൽ നടൻ്റെ കൂടെ കാറിൽ കയറി പോവുകയും തിരിച്ചു വരികയും അവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളുമൊക്കെ പോലീസ് അന്ന് തന്നെ, വാട്സപ്പ് ചാറ്റല്ല, ഫോൺ കോളുകൾ അന്ന് പോലീസ് കണ്ടെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ കേസിൽ ഷെറിൻ പ്രതിയാണ് എന്ന് കോടതി കണ്ടെത്തുകയും ജീവപര്യന്തം ഷെറിന് ശിക്ഷ വിധിക്കുകയും ചെയ്തത്. എന്നിട്ടോ ഷെറിൻ ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിനകത്തെത്തിയപ്പോൾ ജയിലിനകത്ത് നിന്ന് ഷെറിൻ്റെ വിളയാട്ടമായിരുന്നു പിന്നീട് കണ്ടത്. പല ജയിലുകൾ മാറേണ്ടി വന്നു. കാരണം ഓരോ ജയിലുകളിൽ നിന്നും ഓരോ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പല ജയിലുകൾ ഷെറിനെ മാറ്റേണ്ടി വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, 14 വർഷം ഈ പറയുന്ന ഷെറിൻ ശിക്ഷ പൂർത്തിയാക്കിയിട്ടുണ്ട്. ശിക്ഷ പൂർത്തിയാക്കിയതിന് ഇപ്പോൾ ജീവപര്യന്തം എന്ന് പറയുന്ന ശിക്ഷ എന്ന് പറയുന്നത് 14 വർഷമോ 20 വർഷമോ അല്ല, ജീവപര്യന്തം തന്നെയാണ്. അതായത് ജീവിതാവസാനം വരെ തടവ് എന്നതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ 14 വർഷം മുതൽ 14, 16, 20, 25, 30 ഈ ഒരു പാറ്റേണിൽ ശിക്ഷ അനുഭവിച്ച ആളുകൾക്ക് രോഗം, നല്ല നടപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് അവരെ എന്ത് ചെയ്യാം, ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാം എന്നുള്ളതാണ് ഈ ഒരു നിയമം പറയുന്നത്. പക്ഷെ ഇവിടെ വേണമെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ ഉണ്ടല്ലോ, അത് എങ്ങനെ നിശ്ചയിച്ചു ഷെറിന്റെ കാര്യത്തിൽ എന്ന കാര്യത്തിലാണ് വലിയ രീതിയിലുള്ള സംശയങ്ങളും വളരെ രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം ഷെറിൻ ജയിലിൽ അടക്കം നല്ല രീതിയിലുള്ളൊരു പെരുമാറ്റമല്ല കാഴ്ചവെച്ചത്. പല ഉദ്യോഗസ്ഥരുമായിട്ട് തട്ടിക്കയറിയിട്ടുണ്ട്, പല രീതിയിലുള്ള ഫോണുകൾ അടക്കം ഉപയോഗിച്ചതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ജയിലിൻ്റെ ഉള്ളിൽ തന്നെ ഷെറിൻ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പല ജയിലുകളിലായിട്ട് ഈ ഷെറിനെ മാറ്റി കൊണ്ടുവന്നിരുന്നത്. അത് മാത്രമല്ല, ജയിലിൽ കൊടയടക്കം നൽകുന്ന, വെയിൽ കൊള്ളാതിരിക്കാൻ വളരെ വിചിത്രമായിട്ടുള്ള സംഭവങ്ങളാണ് അതൊക്കെ. ഒരു പ്രതിക്ക് കൊട അനുവദിച്ചു കൊടുക്കുക അല്ല, കൊട മാത്രമല്ല പലതും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഷെറിൻ എന്നാണ് ഇപ്പൊ കിട്ടുന്ന വിവരങ്ങൾ. അതായത് അതാണ് അതിലേക്കാണ് വരുന്നത്. ഈ ജയിലുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് കിട്ടുന്നതിന്റെ ആനുകൂല്യം നമുക്കറിയാമല്ലോ, ഒരു പരിധിയുണ്ട്. ഒരു പരിധിയല്ല, വലിയ പരിധിയുണ്ട് ഒരു കുറ്റവാളിക്ക് ജയിൽ ചട്ടം അനുവദിച്ച് നമുക്ക് അവിടെ കിട്ടുന്ന സൗകര്യങ്ങൾക്ക്. രാഷ്ട്രീയ തടവുകാർക്കൊക്കെയാണ് അല്പമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന സൗകര്യങ്ങൾ കിട്ടാറുള്ളത്. ഇവിടെ ഷെറിൻ എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കിടക്കാൻ തലയണ ഉണ്ടായിരുന്നു, പുതയ്ക്കാൻ പുതപ്പുണ്ടായിരുന്നു, ഈ പറയുന്ന പോലെ വിരിച്ച് കിടക്കാൻ മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. 3 നേരവും പുറത്തെ ഫുഡാണ് ഷെറിൻ കഴിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അതായത് ജയിൽ ഫുഡ് പറ്റത്തില്ല, 3 നേരവും പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുകയാണ്. ഈ പറയുന്ന ഷെറിന് സഹായിയായിട്ട് അവിടെയുള്ളൊരു തടവുകാരിയെ വെച്ചു കൊടുത്തു. ഇവരാണ് ഷെറിൻ്റെ ഈ വസ്ത്രങ്ങളെല്ലാം അലക്കിക്കൊണ്ടിരുന്നത് എന്ന കാര്യവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ അലക്കുകാരി, ഈ പറയുന്ന തടവുകാരിക്ക് ഇതാണ് പണി. ഇവളുടെ അടിപ്പാവാടയൊക്കെ അലക്കി കൊടുക്കുക എന്നുള്ളതാണ് പണി. അതിന് ഈ ജയിൽ ഉദ്യോഗസ്ഥർ അവിടെ നിയമിച്ചിട്ടുണ്ട്.
പിന്നെ അവിടെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഒരു കൂമ്പാരം തന്നെ ആ സെല്ലിനുള്ളിൽ ഉണ്ടായിരുന്നു. പെട്ടി, കണ്ണാടി, ലിപ്സ്റ്റിക്ക്, പൗഡർ, ഫെയർ ആൻഡ് ലവ്ലി വരെ ഉണ്ടായിരിക്കാം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതെല്ലാം അവിടെ എത്തിച്ചു കൊടുത്തിരുന്നു. എന്തായാലും രാത്രിയിലുള്ള എന്താണ് വിഷയം? അല്ല, അതുണ്ട്. അതായത് അത് ഞാൻ ആ വിഷയത്തിലേക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ കർണർ വധക്കേസിലെ പ്രതിയെ 400 ദിവസമാണ് ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് പരോൾ കൊടുത്തത്. ഒരു പ്രതിക്കും കിട്ടാത്ത ആനുകൂല്യമാണ്, ഒരു കുറ്റവാളിക്കും കിട്ടാത്ത ആനുകൂല്യമാണ് 400 ദിവസം പരോൾ കിട്ടുക. ആകെ കിട്ടിയത് ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് മാത്രമായിരിക്കും, അല്ലാത്ത ആർക്കും കിട്ടിയിട്ടില്ല. അത് ഷെറിന് കിട്ടിയിട്ടുണ്ട് 400 ദിവസം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കേരളത്തിലെ മന്ത്രിസഭയിലെ 2 പ്രമുഖരായ മന്ത്രിമാർ, ഇവർക്ക് ഷെറിനുമായിട്ടുള്ള ബന്ധം എന്താണ്? അബിൻ വർക്കി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അത് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. KB ഗണേഷ് കുമാറിന്റെ ബെസ്റ്റിയാണ് ഈ പറയുന്ന ഷെറിൻ എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷെറിനെ രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഗണേഷ് കുമാർ ചെയ്തിട്ടുണ്ട് എന്നും അബിൻ വർക്കി ആരോപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രി, ആ മന്ത്രിയുടെ പേര് രാഷ്ട്രീയ നേതാക്കന്മാർ വെളിപ്പെടുത്താത്തത് കൊണ്ട് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. അത് മറ്റൊരു മന്ത്രിയും കൂടെ ഉണ്ട്. അയാള് വളരെ പ്രമുഖനായിട്ടുള്ള ഒരാളാണ്. അതെ, പ്രമുഖനായിട്ടുള്ള ആരാണ് അദ്ദേഹം എന്നുള്ളതിന്റെ വിവരങ്ങളൊക്കെ നിലവിൽ ലഭിച്ചിട്ടുണ്ട്. അതെ, അത് വരും ദിവസങ്ങളിൽ സാഹചര്യം അനുസരിച്ചിട്ട് പുറത്തുവിടാം. അപ്പം ഈ 2 മന്ത്രിമാർ ചേർന്ന് ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. 14 വർഷം പൂർത്തിയാക്കി, നല്ല നടപ്പില്ല, എല്ലാ ജയിലുകളിൽ നിന്നും മാറ്റേണ്ടി വന്ന, ജയിലിലെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന ഒരാൾക്ക് വേണ്ടി ജയിൽ ചട്ടം എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ആ ജയിൽ ചട്ടം പറയുന്ന വകുപ്പ് പോലും നോക്കാതെ ജയിൽ ഉപദേശക സമിതി ഇവളെ വിടാം എന്നാണ് തീരുമാനിച്ചത്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഇവർക്ക് എന്തോ ചെറിയ രോഗമുണ്ട് എന്നാണ് പറയുന്നത്. 20 വർഷമായിട്ടും 25 വർഷമായിട്ടും രോഗങ്ങളായി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ജയിലിൽ ജീവപര്യന്തത്തിന് വിധിച്ചിട്ട് അവരെ വിട്ടിട്ടില്ല. ഇപ്പം ജയിൽ ഉപദേശക സമിതിയുടെ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് 25 വർഷം പൂർത്തിയായിട്ടുള്ള ജീവപര്യന്തക്കാരെ മാത്രമേ നമ്മൾ വിടേണ്ടതുള്ളൂ എന്നാണ് തീരുമാനം. പക്ഷേ സർക്കാർ അതിൽ പോലും ലൂപ്പ് ഹോൾ കണ്ടെത്തിയിട്ട് 14 വർഷം ആയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെറിൻ്റെത് ഈ ജയിൽ സൂപ്രണ്ട് ഇതിന് വെച്ചിട്ടുള്ളത്. നല്ല നടപ്പിനും പുറത്തുവിടാനുള്ള ശിക്ഷാ ഇളവ് ചെയ്തു കൊടുക്കാൻ വേണ്ടി സർക്കാരിന് മുമ്പിൽ വെച്ചത്. 1 മാസം മുമ്പ് വെച്ച റിപ്പോർട്ട് കൃത്യം 1 മാസത്തിന് ശേഷം, മനസ്സിലാക്കണം, കൃത്യം ഫയലുകളൊക്കെ വേഗം നീങ്ങി, 1 മാസത്തിന് ശേഷം മന്ത്രിസഭയുടെ മേശപ്പുറത്തെത്തുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഇടതുപക്ഷ സ്ത്രീ ഇവിടുത്തെ ക്രമസമാധാന പാലനത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള എല്ലാ കാര്യത്തിലും ശിക്ഷ ഉറപ്പുവരുത്തുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇതിൽ ഇത് പാസ്സാക്കുന്നു, മന്ത്രിസഭാ യോഗം അംഗീകരിക്കുന്നു, ഇളവ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇത് വിവാദമായതിനു ശേഷമാണ് ഇപ്പോൾ ഒന്നങ്ങനെ നിൽക്കുകയാണ്. തീരുമാനം എടുത്തു, പക്ഷെ തൽക്കാലം ഒന്നങ്ങനെ നിൽക്കട്ടെ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുള്ളത്. എന്തായാലും ജയിലിനകത്ത് 7 മണിക്ക്, അതായത് 5:30 കഴിഞ്ഞാൽ പിന്നെ ജയിലിനകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. ഇത് പ്രത്യേകിച്ച് വനിതാ ജയിൽ കൂടിയാണ്. അവിടെ 7 മണിക്ക് ഷെറിൻ പുറത്തു പോകുമായിരുന്നു. എല്ലാ ദിവസവും രാത്രി പുറത്തു പോകും. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഷെറിൻ തിരിച്ച് ജയിലിനകത്തേക്ക് വരുന്നത് എന്നാണ്, അതായത് 10 മണിയോളം ആവും എന്നാണ് സഹ തടവുകാരി കൃത്യമായിട്ട് മൊഴി കൊടുത്തിട്ടുള്ളത്. ഇതിൽ മനസ്സിലാവുന്ന കാര്യം, ഷെറിന് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളത് മാത്രമല്ല, ജയിൽ DIGയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. DIGയുമായിട്ട് ഈ ഷെറിന് വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു എന്ന് സഹ തടവുകാരി ആരോപിക്കുന്നുണ്ട്. അത് ഇവിടെ വന്നിട്ടുള്ള ഈ ജില്ലാ ജഡ്ജ് വിസിറ്റിങ്ങിന് വരുമല്ലോ നമ്മുടെ ജയിലുകളിൽ, ആ സമയത്ത് ഇവൾ മൊബൈൽ ഉപയോഗിക്കുന്നതും മറ്റു കാര്യങ്ങളും ഇവർക്കുള്ള സ്പെഷ്യൽ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവിടെ റെയ്ഡ് നടത്തുകയും ഈ മൊബൈൽ അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തുവെന്നും, ഇതിന് DIG വന്നിട്ട് ഈ പറയുന്ന തടവുകാരിയെ ഭീഷണിപ്പെടുത്തിയെന്നും പുറം ലോകം കാണിക്കില്ല എന്ന് പറഞ്ഞു എന്നും പറയുന്നുണ്ട്. ഒരു പരാതിപ്പെട്ടിയിൽ കത്തെഴുതിയിട്ടിട്ട് ഒരു നടപടി ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. സൂപ്രണ്ടിന് മകളോടുള്ള ഒരു സ്നേഹമായിരുന്നു ഷെറിനോടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഷെറിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന സൂപ്രണ്ടിന് iPad സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാസപ്പടി ഷെറിൻ്റെ കയ്യിൽ നിന്ന് കൃത്യമായിട്ട് 1-2 പോലീസ് ഉദ്യോഗസ്ഥരൊഴികെ ബാക്കി എല്ലാവരും വാങ്ങിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇവൾ കിടന്നിട്ടുള്ള ജയിലിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാമാണ് ഈ കാര്യത്തിൽ നമ്മൾ കാണേണ്ടത്. ഒരു മനുഷ്യനെ വെട്ടിത്തറച്ചില്ലാത്ത കാലത്തോടെ ഇത്രയും ക്രൂരത ചെയ്ത ഒരാളെ കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയാണല്ലോ, വലിയ കാര്യങ്ങൾ പറയുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഈ കാര്യം. UPയിലെ ജയിലിലല്ല കേട്ടോ, നമ്മുടെ കേരളത്തിലാണ് ഇത് നടന്നത് എന്ന് പറയുമ്പോൾ
ഇത് എത്രമാത്രം ഞെട്ടിക്കുന്നതും, ഇതൊക്കെ സിനിമയിൽ മാഫിയ സംഘങ്ങൾ കാണുന്നത് പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. എന്തായാലും ഇപ്പം ഇതില് ഗണേഷ് കുമാറിന്റെ പേര് ഇപ്പോ എന്തായാലും കോൺഗ്രസ് തന്നെ ആരോപിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല മറ്റ് 2 പ്രധാനപ്പെട്ടുള്ള നേതാക്കന്മാരുടെ പേരും കൂടി ഉണ്ട്. അല്ല അത് നമുക്ക് പറയാം. അപ്പൊ എന്തായാലും ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകിയെ സർക്കാരും ആഭ്യന്തര വകുപ്പും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഷെറിൻ എന്തായാലും അതീവ സുന്ദരിയാണ് എന്നുള്ളതിൻ്റെ ആയിരിക്കുമോ അവർക്ക് ലഭിച്ചത് എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും അങ്ങനെയാണ് എന്നാണ് നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ